അതിരടി മൂവി. ഇതിന്റെ ഡയറക്ടർ അരുൺ അനിരുദ്ധൻ. അതേപോലെ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത് ബേസിൽ ജോസഫ്, അനന്തു എസ്, സൈലത്തിന്റെ കോർണർ. കോ പ്രൊഡ്യൂസറായിട്ട് ടൊവിനോ തോമസ് ഉണ്ട്. ഇതിൽ നായകനായിട്ട് വന്നിരിക്കുന്നത് ബേസിൽ ജോസഫ് ആണ്. അതേപോലെ നായികയായിട്ട് റിയ ഷിബു, നമ്മുടെ സർവ്വമായല പെണ്ണ്. പിന്നെ വില്ലനായിട്ട് ടൊവിനോ തോമസ്. അതേപോലെ വിനീത് ശ്രീനിവാസ് നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ. അങ്ങനെ കുറെ നല്ല നല്ല താരനിരണ്ട്. അതേപോലെ ഇവന്റെ ബേസിൽ ജോസഫിന്റെ ഒരു ഫ്രണ്ടായിട്ട്, അവന്റെ പേരെനിക്കറിയില്ല, ഒരു പരശു എന്നാണ് ക്യാരക്ടർ ചെയ്ത പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവും നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കാണാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു ജെന്യൂൻ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലിം തുടങ്ങി ഫസ്റ്റ് ഹാഫ് തന്നെ ഇറങ്ങി ഓടാൻ തോന്നിയ ഒരാളാണ് ഞാൻ. ഫസ്റ്റ് ഹാഫ് ഇങ്ങോട്ട് തുടങ്ങിയ സമയത്ത് ബേസിൽ ജോസഫിന്റെ ഒരു എന്താ പറയുക വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ ബേസിൽ ജോസഫിന്റെ ഒരു വെറുപ്പിക്കൽ കോമഡികൾ അങ്ങനെ കയ്യിൽ നിന്ന് ഇട്ട് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ജെനുവിനിറ്റി തോന്നാത്ത രീതിയിൽ പുള്ളി അവിടെ നിന്ന് കിക്കുന്ന ചിരി, ആ റീൽസിലൊക്കെ പുള്ളി ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇപ്പോൾ ചിരിക്കുന്ന ചിരിയില്ലേ, അതൊക്കെ കണ്ടിട്ട് ഒരു എന്താ പറയുക വെറുപ്പിക്കലായിട്ട് തോന്നി ഫസ്റ്റത്തെ ഒരു 20 മിനിറ്റ്. പിന്നെ അത് കഴിഞ്ഞ് പടം ഒന്നുകൂടി ഒന്ന് ഉഷാറായി. ഈ പറഞ്ഞ ബേസിൽ ജോസഫിന്റെ കൂടെ അന്ന് അഭിനയിച്ച പയ്യനുണ്ടല്ലോ, അവനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമ്പസ് സ്റ്റോറി ആയതുകൊണ്ട് നമ്മളിങ്ങനെ അതിൽ തന്നെ നമ്മൾ ഇൻവോൾവ് ആയി പോകുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പം പടത്തിലേക്ക് നമ്മൾ എൻഗേജിങ് ആയിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് കയറി കഴിഞ്ഞാൽ പടം നന്നായിട്ട് ബൂസ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് എന്താ സെക്കൻഡ് ഹാഫ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നി എനിക്ക് സെക്കൻഡ് ഹാഫിൽ എന്നെ പിടിച്ചിരുത്തിയ കുറെ നല്ല നല്ല മൂമെന്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ വിഷ്ണു അഗസ്ത്യ നമ്മുടെ RDXലൊക്കെ വില്ലനായിട്ടുണ്ടായിരുന്ന വിഷ്ണു അഗസ്ത്യ നല്ല റോള് ബേസിൽ ജോസഫിന്റെ ചേട്ടനായി ചെയ്തിട്ടുണ്ട്. അതേപോലെ റിയ ഷിബു സർവ്വമായല പെണ്ണ്, അവള് നന്നായിട്ട് തന്നെ കിട്ടുന്ന റോളുകൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാൻ ഒരു ക്യാമിയോ റോൾ ഉണ്ട് കേട്ടോ. ആളെ പേര് ഞാൻ പറയുന്നില്ല, സസ്പെൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഫിലിം ഒരു ആവറേജ് ഫിലിമാണ്. നെഗറ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഫിലിം, ടോപ്പ് ഫിലിം ഒന്നല്ല, പക്ഷെ കണ്ടിരിക്കാൻ പറ്റും. വൺ ടൈം വാച്ചബിളാണ് എനിക്ക് തോന്നിയത്. വൺ ടൈം ആയിട്ട് നമുക്ക് ആർക്കും പോയി കാണാം, പൈസ ഒന്നും പോകില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്കൊരു നെഗറ്റീവായി തോന്നിയെന്ന് വെച്ചാൽ 3 മണിക്കൂറുണ്ട് പടം. കുറച്ചും കൂടെ നേരത്തെ തീർത്താൻ നല്ലതായിരുന്നു എനിക്ക് തോന്നി. കാരണം 2.5 മണിക്കൂറുള്ള സാധനം ലാസ്റ്റിലേക്ക് കുറച്ച് വലിച്ചു നീട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ ഫിലിം ഉണ്ട്. ഫസ്റ്റ് ഹാഫിനെക്കാട് നന്നായിട്ട് ചെയ്തത് സെക്കൻഡ് ഹാഫാണ്. കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ തീർത്തിട്ടുണ്ട്. പക്ഷെ ഒരു 3 മണിക്കൂറൊക്കെ ഈ ഫിലിം വലിച്ചു നീട്ടും. ചെറിയൊരു കഥ, ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസാറ്റിൽ നടന്ന ഒരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ്, റിയൽ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ സംവിധായകന് മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കുറച്ചും കൂടി ലെങ്ത് കുറച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ മോശം പടം എന്നല്ല. കുറെ ആൾക്കാർ ഊളപ്പടം, മറ്റേ മോശം പടം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഒരു ആവറേജ് പടം നിങ്ങൾക്ക് കണ്ടിരിക്കാം, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളി. കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം, ഒരു ആവറേജ് ഫിലിം. ഭയങ്കര തള്ളിമറിക്കലൊന്നും ഇല്ലാതെ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക, കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. കുറെ കോമഡികൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറെ ബേസിൽ ജോസഫിന്റെ കുറെ കോമഡികൾ വർക്കൗട്ട് ആയിട്ടില്ല. ബേസിൽ ജോസഫ് ഫസ്റ്റ് ഹാഫിലൊക്കെ വെറും വെറുപ്പിക്കലാണ്. പിന്നെ കാര്യങ്ങൾ കുറച്ചും കൂടെ ആയിട്ട് എന്താ പറയുക കോമഡി സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബേസിൽ ജോസഫിനെക്കാളും കുറച്ചുകൂടെ എനിക്ക് നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നത് വില്ലനായിട്ട് വന്ന നമ്മുടെ ടൊവിനോ തോമസ് ആണ്. ടൊവിനോ കിട്ടിയ റോള് നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലൻ കുട്ടൻ എന്ന വില്ലൻ ക്യാരക്ടർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കോയമ്പസിൽ ടൊവിനോ ബേസിൽ ജോസഫിന്റെ കൂടെ അഭിനയിച്ചവരെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വിനീത് ശ്രീനിവാസൻ ഒരു സിംഗറായിട്ട് തന്നെ വരുന്നുണ്ട്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഷാൻ റഹ്മാൻ്റെ ഇത് എടുത്തു പറയണം. ഷാൻ റഹ്മാൻ മുമ്പ് സിനിമയിൽ അഭിനയിച്ചോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ പുള്ളി ഉണ്ടല്ലോ സെറ്റ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമിയോന്റെ അഭിനയിച്ച ആളെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒന്ന് കണ്ടു കേട്ടോ. ആ 10 മിനിറ്റ് അദ്ദേഹം വന്ന 10 മിനിറ്റ് തിയേറ്റർ കുലുങ്ങിയിട്ടുണ്ട്.